ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റു. രാവിലെയല്ല, ഒരു 9 മണിയൊക്കെ ആയിട്ടോ എണീറ്റപ്പോഴത്തേക്കും. അപ്പം എണീറ്റ് വഴിയെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ രാവിലെ അമ്മ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ മാമൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും എണീറ്റ് തേണ്ട നേരെ വന്നിട്ട് ടി വി ഒക്കെ കൊണ്ട് കിടക്കും കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ക്ഷീണം തീർത്ത് പിന്നെ അമ്മ ആണെങ്കിൽ അടുക്കളയിൽ ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളാണ് ഉച്ചക്കത്തേക്കും രാവിലത്തേക്കൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ നമുക്കിന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. ഇത് അപ്പത്തിനുള്ള മാവ് നമുക്ക് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പവും മുട്ടക്കറി കേട്ടോ, ഞാൻ ഈ പ്ലേറ്റിലാട്ടോ ലാസ്റ്റ് കഴിച്ചത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടി കപ്പയും ബീഫും കൂടെ വെച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേയും കൂടെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കപ്പ ബിരിയാണി എല്ലാ ഞായറാഴ്ചയും വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ. പിന്നെ ഇത് ഇലയിലിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇല വെട്ടാൻ പോയതാ കേട്ടോ. അങ്ങനെ കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചള്ളാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പപ്പ സെറ്റ് ചെയ്ത് തന്നാ കേട്ടോ ചള്ളാസ്. നല്ല ടേസ്റ്റായിരുന്നു. ഓൾറെഡി ഈ ചൂടോടെ ഇലയിലോട്ട് വെക്കുമ്പോഴത്തേക്കും ആ ഇലയുടെ ഒരു സ്മെല്ലൊക്കെ കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ക്യാമറയും എടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വീഡിയോ പിടിച്ചേക്കാൻ വിചാരിച്ചിട്ടോ. ഞങ്ങൾ സഹായിക്കുന്നൊന്നുമില്ല, ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, എന്തെങ്കിലും വീട്ടിലെ പണി ചെയ്യുന്ന കാണിക്കണമെന്ന് വിചാരിച്ചിട്ടിപ്പം ഇതേ മുറ്റത്ത് കുറേ തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മിയുടെ സാരി ആയിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്യാറായെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ സാരിയല്ലേ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ സാരി മടക്കലൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം ഇത് ഭയങ്കര ടാസ്ക്. എനിക്ക് ഇത്രയും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്ന് നോക്കണമുണ്ട്. അങ്ങനത്തെ അസുഖം ആർക്കെങ്കിലും ഉണ്ടോ? പിന്നെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ച്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വിശപ്പായി. അപ്പോഴത്തേക്ക് നല്ല വലിയ മുന്തിരി ആട്ടോ, നല്ല ഗുണ്ടുമായിട്ടുള്ള മുന്തിരി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ മുന്തിരി കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഈശ്വരൻ ഞാൻ രാവിലെ പല്ല് വെച്ചില്ലല്ലോ. ഒന്ന് സത്യം പറഞ്ഞാൽ ഗൈസ് ഇടയ്ക്ക് മറന്നു പോകാറുണ്ട് പല്ല് വെക്കാൻ വേണ്ടി. പിന്നെ ഇത്ര നേരമായിട്ട് പല്ല് വെച്ചില്ലെന്ന് പറഞ്ഞാൽ അമ്മ തല്ലിക്കൊല്ലുന്നതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇത് വീഡിയോ എടുക്കുന്ന പോലെ ഇറങ്ങി ഒന്ന് പല്ല് വെച്ചു കേട്ടോ. അപ്പോൾ അവരെല്ലാം ഓർത്ത് ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് പല്ല് തേക്കുന്നത്. സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ് പല്ല് തേക്കുന്ന കാര്യം. ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചായ നമുക്ക് ഇലയുടെ ആട്ടോ ഉണ്ടാക്കി തന്നെ. നല്ല ശർക്കരയൊക്കെ വെച്ച് ഇലയുടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനത്തെ ഈ സ്നാക്സൊക്കെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഭയങ്കര മടി എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിക്കും. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് അമ്മ എല്ലാം സെറ്റ് തരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നത് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ചതിന് കൊടുത്ത്